ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ 13ാമത്തെ പാഠത്തിൻ്റെ പേരാണ് ആരുടെ കുപ്പായം. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ. തെക്കൻ കാറ്റിൽ പാറി വരുന്നു ദിക്കറിയാത്തൊരു കുപ്പായം, വെളുവെളുത്തൊരു കുപ്പായം, പതുപതുത്തൊരു കുപ്പായം, ചെറിയോരു ധരിക്കുമ്പോൾ ചെറുതാകും എന്താണ് പറയുന്നത്? തെക്കൻ കാറ്റിൽ ഒരു കുപ്പായം പാറി വരുന്നു, ദിക്കറിയാതെ, ദിശയറിയാതെ പാറി വരുന്നു. എന്തു കളറാണ്? വെളുവെളുത്ത കുപ്പായം, അതുപോലെ തന്നെ പതുപതുത്ത കുപ്പായമാണ്. ചെറിയ കുട്ടികൾ ധരിക്കുമ്പോൾ ചെറുതാകും കുപ്പായം. എല്ലാവർക്കും അറിയാം എന്താണ് കുപ്പായം എന്ന്, അല്ലേ? നമ്മളിടുന്ന ഡ്രസ്സിനെയാണ്, വസ്ത്രത്തെയാണ് കുപ്പായം എന്ന് വിളിക്കുന്നത്. വലിയോരു ധരിക്കുമ്പോൾ വലുതാകും കുപ്പായം, ചെളി പറ്റാത്തൊരു കുപ്പായം, പൊടി പറ്റാത്തൊരു കുപ്പായം, ആരു തുന്നിയ കുപ്പായം, ആരുടേതാണീ കുപ്പായം? അപ്പോൾ വലിയവർ ധരിക്കുമ്പോൾ വലുതാകും, ചെറിയവർ ധരിക്കുമ്പോൾ ചെറുതാകും. അതുപോലെ തന്നെ ചെളി പറ്റാത്ത ഒരു കുപ്പായമാണ്, പൊടി പറ്റാത്ത കുപ്പായമാണ്. ഈ കുപ്പായം ആര് തുന്നിയതാണ്? അതുപോലെ തന്നെ ആരുടെയാണ് ഈ കുപ്പായം? തണുതണുക്കും കാലത്ത് കമ്പിളിയാകും കുപ്പായം, ചൂടുചുടുന്നൊരു കാലത്ത് നേരിയതാകും കുപ്പായം, മഴ പെയ്യണ കാലത്ത് കുട പിടിക്കും കുപ്പായം, ആരു തുന്നിയ കുപ്പായം, ആരുടെയാണീ കുപ്പായം? തണുപ്പുകാലത്ത് കമ്പിളിയാകും, അതുപോലെ തന്നെ ചൂടുള്ള കാലത്ത് നേരിയതാകുന്ന കുപ്പായം, മഴ പെയ്യുമ്പോഴോ കുട പിടിക്കും കുപ്പായം. ആര് തുന്നിയതാണ് ഈ കുപ്പായം, ആരുടേതാണ് ഈ കുപ്പായം എന്നാണ് ചോദിക്കുന്നത്. കുട്ടികൾ ഒന്നായി കൂടുന്നു, കുട്ടികൾ ഒന്നായി പാടുന്നു, ഞങ്ങളുടെയാണീ കുപ്പായം, ഞങ്ങളുടെയാണീ കുപ്പായം, ഞങ്ങളുടെയാണീ കുപ്പായം, ഞങ്ങളെല്ലാവർക്കും കുപ്പായം. അപ്പോൾ കുട്ടികൾ ഒന്നായിട്ട് കൂടി അവരെന്താണ് പാടുന്നത്? ഞങ്ങളുടെയാണ് ഈ കുപ്പായം എന്ന്. ഏതെല്ലാം വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ട്? പറഞ്ഞു നോക്കൂ. ഏതൊക്കെയാണ്? ഷർട്ട്, ഷർട്ടിനെ കുപ്പായം എന്ന് പറയും. മുണ്ടും നേരിയതും, പാവാട, പാൻസ്, സാരി, ഫ്രോക്ക് അല്ലെങ്കിൽ ഉടുപ്പ്, ബനിയൻ, തൊപ്പി, കയ്യുറകൾ, സോക്സുകൾ, തട്ടം, ഷാൾ, ഗൗൺ, ടുണീക്ക്, കുർത്ത, പൈജാമ, ബനിയൻ, അടിവസ്ത്രം, കോട്ടൺ വസ്ത്രങ്ങൾ, പട്ടുടുപ്പ്. ഷർവാണി, ജിമ്മർ, ലെഗിങ്സ്, മിഡി, റെയിൻകോട്ട്, സ്കാർഫ്, ജാക്കറ്റ്, സ്വെറ്റർ, അംഗവസ്ത്രം, വേസ്റ്റ് കോട്ട്, ഓവർകോട്ട്, തൊപ്പി, മഫ്ലർ, ഇങ്ങനെ ഒരുപാട് വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലേ? ഒത്തിരി ഇഷ്ടം. സ്കൂൾ വിട്ടു വന്ന ഋതിക വേഗം നടന്നു. കടപ്പുറത്തെത്തണം, സോഫി ഏച്ചിയെ കാണണം. കുറേ മത്സ്യം വിറ്റ് സഹായിക്കണം. അപ്പോൾ സ്കൂൾ വിട്ടുവരുന്ന ഋതിക വേഗം നടന്നു. എന്തിനാണ്? കടപ്പുറത്ത് സോഫി ഏച്ചിയെ കണ്ട് അവരെ ഒന്ന് സഹായിക്കാനാണ്. എങ്ങനെയാണ്? മത്സ്യം, മീൻ വിറ്റ് സഹായിക്കാനാണ്. അപ്പോൾ മീൻ വിൽക്കുന്ന ജോലിയാണ് സോഫി ഏച്ചിക്ക്. മോളെ ഋതികയെ സോഫി ഏച്ചി വിളിച്ചു. ശബ്ദം കേട്ട് ഋതിക ഓടിച്ചെന്നു. കുറേ മത്സ്യം വാങ്ങി അടുത്തുള്ള ഹോട്ടലിൽ കൊടുത്തു. കിട്ടിയ പണം സോഫി ഏച്ചിക്ക് കൊടുത്തു. സന്ധ്യയാകും മുമ്പ് രണ്ടുപേരും മടങ്ങി. വരുന്ന വഴി സോഫി ഏച്ചി ഔഷധശാലയിൽ കയറി മരുന്ന് വാങ്ങി. അപ്പോൾ മരുന്ന് വാങ്ങുന്ന കടയെയാണ് ഔഷധശാല എന്ന് പറയുന്നത്. വീട്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു, നാളെ പെരുന്നാളല്ലേ മോളെ, ഇതാ നിനക്കൊരു ഉടുപ്പ്. വേണ്ടായിരുന്നമ്മേ. സാരമില്ല മോളെ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു, നാളെ പെരുന്നാളല്ലേ മോളെ, ഇതാ നിനക്ക് നല്ലൊരു ഉടുപ്പ് എന്ന്. അപ്പോൾ ഋതിക പറഞ്ഞത് എന്താണ്? വേണ്ടായിരുന്നു അമ്മേ, എനിക്ക് ഉടുപ്പ് എന്നാണ്. അപ്പോൾ സാരമില്ല മോളെ എന്ന് അമ്മ പറഞ്ഞു. താഴെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഔഷധശാല, പാഠശാല, സിനിമാശാല, നാടകശാല. ഇതെന്തൊക്കെയാണ്? ഔഷധശാല എന്ന് പറഞ്ഞാൽ മരുന്നുകൾ വിൽക്കുന്നത്. പാഠശാല എന്ന് പറഞ്ഞാലോ സ്കൂളാണ്. സിനിമാശാല എന്ന് പറഞ്ഞാൽ സിനിമ പ്രദർശിപ്പിക്കുന്ന സ്ഥലം. അതുപോലെ തന്നെ നാടകശാല എന്ന് പറഞ്ഞാൽ നാടകം കളിക്കുന്നത്. ഋതിക ആ ഉടുപ്പുമായി പുറത്തേക്കിറങ്ങി. എന്താ ഇത്ര ധൃതി? ഉടുപ്പ് ചോദിച്ചു. നിന്നെ ഒരിടത്തെത്തിക്കാനാ. അതെന്താ, എന്നെ ഇഷ്ടമായില്ലേ? ഒത്തിരി ഇഷ്ടമായി, അതുകൊണ്ടാ. അപ്പോൾ ഋതിക ആ ഉടുപ്പുമായിട്ട് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഉടുപ്പ് ചോദിക്കുകയാണ്, എന്തിനാണ് ഇത്ര ധൃതി എന്ന്.
അപ്പോൾ നിന്നെ ഒരിടത്ത് എത്തിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടുപ്പ് ചോദിക്കുകയാണ്, അതെന്താ എന്നെ ഇഷ്ടമായില്ലേ എന്ന്. അപ്പോൾ ഋതിക പറയുകയാണ്, ഒത്തിരി ഇഷ്ടമായി, അതുകൊണ്ടാണ് എന്ന്. ഋതിക സോഫി ചേച്ചിയുടെ വീട്ടിലെത്തി. എന്തൊരു വൃത്തി, അവൾ മനസ്സിൽ പറഞ്ഞു. തിണ്ണയിൽ ആ ഉടുപ്പ് മടക്കി വെച്ചു. സോഫി ചേച്ചി, ദേ ജിയയ്ക്കൊരു സ്നേഹ സമ്മാനം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉടുപ്പുമായി ഋതിക പോയത് സോഫി ചേച്ചിയുടെ വീട്ടിലേക്കാണ്. അത് ആർക്ക് കൊടുക്കാനാണ്? സോഫി ചേച്ചിയുടെ മകളായ ജിയയ്ക്ക് കൊടുക്കാനാണ്. അവൾ ഉടുപ്പിനോട് കൈവീശി. ഉടുപ്പും കൈവീശി. ഒപ്പം സോഫി ചേച്ചിയും ചിരിച്ചുകൊണ്ട് കൈവീശി. അങ്ങനെ ആ ഉടുപ്പ് അവിടെ വെച്ചിട്ട് വരുമ്പോൾ അവൾ ഉടുപ്പിനോട് കൈവീശി കാണിച്ചു. ഉടുപ്പും തിരികെ കൈവീശി, ഒപ്പം സോഫി ചേച്ചിയും. കണ്ടെത്തൂ, ഈ കഥയിലെ ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ്? ആ വരികൾക്കെല്ലാം അടിവരയിടൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗത്ത് അടിവരയിടണം. സോഫി ചേച്ചിയുടെ വീടിന് നല്ല വൃത്തി. വീടിനും വീട്ടുകാർക്കും വൃത്തി വേണ്ടേ? എന്തെല്ലാമാണ് വൃത്തിയുള്ള വീടാകാൻ വേണ്ടത്? കൂട്ടുകാരുമായി ആലോചിച്ച് എഴുതൂ. അപ്പോൾ സോഫി ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ വീടിന് നല്ല വൃത്തി കണ്ടു അല്ലേ? ഇനി വീടിനും വീട്ടുകാർക്കും വൃത്തി ആവശ്യമാണ്. അതിന് എന്തെല്ലാം വേണം? വീടും മുറ്റവും തൂത്തുവാരി ഇടുക, തറ തുടയ്ക്കുക, ചിലന്തി വലകൾ മാറ്റുക, മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, പാത്രങ്ങൾ കഴുകി വയ്ക്കുക, ജനലുകൾ തുറന്നിടുക. ഇനി വീട്ടുകാർക്ക് വൃത്തി വേണം. അതിനെന്തൊക്കെ വേണം? പല്ല് തേക്കുക, കൈ കഴുകുക, കുളിക്കുക, നഖം വെട്ടുക, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, പുറത്തുപയോഗിക്കുന്ന ചെരുപ്പ് വീടിനുള്ളിൽ ഒഴിവാക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ വീട്ടിലുള്ളവർക്കും വൃത്തി വരും. വസ്ത്രം വരച്ച് നിറം നൽകാം. ഒരു ഉടുപ്പും ബനിയനുമാണ് വരച്ച് നിറം നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം വരച്ച് നിറം നൽകാം. യൂണിഫോം ധരിക്കുന്നവർ ആരെല്ലാം? ഡോക്ടർ, നഴ്സ്, പോസ്റ്റ്മാൻ, ആരോഗ്യപ്രവർത്തകർ, പോലീസുകാർ, പട്ടാളക്കാർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, പൈലറ്റ്, ബസ് കണ്ടക്ടർ, സെക്യൂരിറ്റി ജീവനക്കാർ, വിദ്യാർത്ഥികൾ, ഇവരൊക്കെയാണ് യൂണിഫോം ധരിക്കുന്നത്. സാങ്കല്പിക ഡയറി. ഋതിക അന്ന് ഡയറി എഴുതിയാൽ ചുവടെയുള്ള ചിത്രത്തിലെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണേ. അപ്പോൾ ഋതികയുടെ ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചുവടെയുള്ള ചിത്രത്തിലെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്? സോഫി ചേച്ചിയും ഋതികയും ഔഷധശാലയിൽ പോകുന്നതാണ്. അതാണ് മോളെ ഔഷധശാല, നമുക്ക് അങ്ങോട്ട് പോകാം. സോഫി ചേച്ചി പറയുന്നതാണ്. ശരി, നമുക്ക് വേഗം മരുന്ന് വാങ്ങാമെന്ന് ഋതികയും പറയുന്നുണ്ട്. 2024 ഓഗസ്റ്റ് 24 ശനി അന്നാണ് എഴുതുന്നത്. ഇന്ന് സ്കൂൾ വിട്ട് വന്നപ്പോൾ ഞാൻ സോഫി ചേച്ചിയെ സഹായിക്കാൻ കടുപ്പുറത്തേക്ക് പോയി. മീൻ വിൽക്കാൻ സഹായിച്ച ശേഷം ഞങ്ങൾ തിരികെ നടന്നു. വരുന്ന വഴിയിൽ സോഫി ചേച്ചി ഔഷധശാലയിൽ കയറി മരുന്ന് വാങ്ങി. സോഫി ചേച്ചിയുടെ കഷ്ടപ്പാട് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. വീട്ടിലെത്തിയപ്പോൾ അമ്മ എനിക്കൊരു പുതിയ ഉടുപ്പ് തന്നു. നല്ല ഭംഗിയുള്ള ഉടുപ്പ്. പക്ഷേ അത് സോഫി ചേച്ചിയുടെ മകൾ ജിയയ്ക്ക് നൽകാനാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഉടനെ ഓടിച്ചെന്ന് ആ ഉടുപ്പ് ജിയയ്ക്ക് സമ്മാനമായി നൽകി. അവരുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായി. മറ്റുള്ളവരെ സഹായിക്കാൻ കഴിഞ്ഞ ഈ ദിവസം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇതൊക്കെയാണ് ഋതിക അവളുടെ അന്നത്തെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് പ്രവർത്തന പുസ്തകം ചെയ്തു നോക്കാം. എൻ്റെ വിദ്യാലയം വൃത്തിയുള്ള വിദ്യാലയം. ഒരു വിദ്യാലയത്തിൻ്റെ ചിത്രം നോക്കൂ. ഒരു സ്കൂളിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. കണ്ടില്ലേ? അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം സ്കൂളിൻ്റെ പരിസരം വൃത്തിയാക്കുന്നതാണ്. ശുചിത്വ വിദ്യാലയം, സുന്ദര വിദ്യാലയം. ഇതുപോലെയാണോ നിങ്ങളുടെ വിദ്യാലയം? നിരീക്ഷിക്കൂ. നിങ്ങളുടെ വിദ്യാലയത്തിൽ ചില അറിയിപ്പ് ബോർഡുകൾ ആവശ്യമല്ലേ? തയ്യാറാക്കൂ. അപ്പോൾ വിദ്യാലയത്തിൽ വയ്ക്കാനായിട്ട് കുറച്ച് അറിയിപ്പ് ബോർഡുകൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മാലിന്യങ്ങൾ കുട്ടയിലിടുക. ശുചിത്വ വിദ്യാലയം, സുന്ദര വിദ്യാലയം. വെള്ളം പാഴാക്കരുത്. ചെടികൾ നശിപ്പിക്കരുത്. ചുവരുകളിൽ വരയ്ക്കരുത്. പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പസ്. ഋതികയുടെ കുഞ്ഞുടുപ്പ്. വായിക്കാം, എഴുതാം. ഋതിക കുളിച്ച് സുന്ദരിയായി കുഞ്ഞുടുപ്പിട്ട് സ്കൂളിലെത്തി. പലതരം വേഷങ്ങൾ, പലതരം വസ്ത്രങ്ങൾ, പൂക്കൾ തുന്നിച്ചേർത്തവ, നക്ഷത്രങ്ങൾ വരച്ചു ചേർത്തവ.
എൻ്റെ ഉടുപ്പിന് ചന്തമില്ല. ഋതികയ്ക്ക് സങ്കടമായി. കുഞ്ഞുടുപ്പിൻ്റെ വിഷമം കണ്ട് മഴവില്ല് നിറങ്ങൾ പൊഴിച്ചു. കുഞ്ഞുടുപ്പിൽ നിറങ്ങൾ പടർന്നു. പൂക്കൾ ചിരിച്ചുകൊണ്ട് കുഞ്ഞുടുപ്പിൽ കയറി. അപ്പോൾ ഋതിക കുളിച്ചു സുന്ദരിയായി കുഞ്ഞുടുപ്പിട്ട് സ്കൂളിലെത്തി. അവിടെ പലതരം വേഷങ്ങൾ, അതുപോലെ തന്നെ പലതരം വസ്ത്രങ്ങൾ, അതിലെന്തൊക്കെയാണുള്ളത്? പൂക്കൾ തുന്നിച്ചേർത്തവ, നക്ഷത്രങ്ങൾ വരച്ചു ചേർത്തവ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഉടുപ്പിന് ചന്തമില്ല എന്ന് പറഞ്ഞ് ഋതികയ്ക്ക് സങ്കടമായി. അപ്പോൾ കുഞ്ഞുടുപ്പിൻ്റെ വിഷമം കണ്ട് മഴവില്ല് നിറങ്ങൾ പൊഴിച്ചു. എന്നിട്ട് കുഞ്ഞുടുപ്പിന് നിറങ്ങൾ കിട്ടി. അതുപോലെ തന്നെ പൂക്കൾ ചിരിച്ചുകൊണ്ട് കുഞ്ഞുടുപ്പിൽ കയറി. പൂമ്പാറ്റകൾ പാറി വന്ന് കുഞ്ഞുടുപ്പിൽ ഇരുന്നു. മഞ്ചാടിമരം മുത്തുപൊഴിച്ചു. കുഞ്ഞുടുപ്പ് നിറയെ ചുവന്ന മുത്തുകൾ. അപ്പോൾ പൂമ്പാറ്റകൾ പാറി വന്ന് കുഞ്ഞുടുപ്പിലിരുന്നു. അതുപോലെ തന്നെ മഞ്ചാടിമരം മുത്തുപൊഴിച്ചു. കുഞ്ഞുടുപ്പിൽ നിറയെ അപ്പോൾ ചുവന്ന മുത്തുകളായി. ഹായ്, ഋതികയുടെ ഉടുപ്പ് ഇപ്പോൾ മഴവില്ലുപോലെ മനോഹരമായി. ഇത് കണ്ട് കൂട്ടുകാരെല്ലാം അവളുടെ അടുത്തേക്ക് ഓടി വന്നു. എന്തു നല്ല ഭംഗിയുള്ള ഉടുപ്പ്! എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഋതികയുടെ സങ്കടമെല്ലാം മാറി. അവൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി. പൂമ്പാറ്റകൾക്കും പൂക്കൾക്കുമൊപ്പം അവൾ കളിച്ചു ചിരിച്ചു. അപ്പോൾ പൂക്കളും അതുപോലെ തന്നെ പൂമ്പാറ്റയും മഞ്ചാടിമണിയും എല്ലാം ആയപ്പോൾ ഋതികയുടെ ഉടുപ്പ് വളരെ ഭംഗിയുള്ളതായി. കൂടാതെ മഴവില്ലിൻ്റെ നിറവും. കൂട്ടുകാരൊക്കെ അവളുടെ ഉടുപ്പിനെ നല്ല ഭംഗിയുള്ള ഉടുപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഋതികയുടെ സങ്കടമെല്ലാം മാറി. അങ്ങനെ ഋതികയ്ക്ക് സന്തോഷമായി. പൂമ്പാറ്റകൾക്കും പൂക്കൾക്കുമൊപ്പം അവൾ കളിച്ച് ചിരിച്ചു. വായിക്കാം, വരയ്ക്കാം. പണ്ടൊരു കൂട്ടം കുഞ്ഞു ബലൂണുകൾ ഉദയം കാണാൻ പോയി. പകൽ വിളക്കിൻ വീട്ടിൽ ബലൂണുകൾ വിരുന്നു പാർക്കാൻ പോയി. നിറമേഘങ്ങളിൽ മധുരം ചേർത്ത് കുടിക്കാൻ നൽകി സൂര്യൻ. നിറം കുടിച്ചവർ അങ്ങനെ പൊങ്ങി പല നിറമായി പാറി. മലയുടെ മുകളിൽ, കാടിനു മുകളിൽ. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു കൂട്ടം കുഞ്ഞു ബലൂണുകൾ ഉദയം കാണാനായിട്ട് പോയി. പകൽ വിളക്കിൻ വീട്ടിലാണ് അവർ പോയത് വിരുന്നു പാർക്കാനായിട്ട്. നിറമേഘങ്ങളിൽ മധുരം ചേർത്ത് സൂര്യൻ അവർക്ക് കുടിക്കാൻ കൊടുത്തു. നിറം കുടിച്ചവർ എന്തു ചെയ്തു? പൊങ്ങി പല നിറമായിട്ട് പാറി. എവിടെയൊക്കെയാണ്? മലയുടെ മുകളിൽ, കാടിനു മുകളിലൊക്കെ. ചോപ്പ് കുടിച്ച് പെരുത്തവരെല്ലാം ചോപ്പ് ബലൂണുകളായി മാറി. മഞ്ഞ കുടിച്ച് പെരുത്തവരെല്ലാം മഞ്ഞ ബലൂണുകളായി മാറി. പച്ച കുടിച്ച് പെരുത്തവരെല്ലാം പച്ച ബലൂണുകളായി മാറി. വെള്ള കുടിച്ച് പെരുത്തവരെല്ലാം വെള്ള ബലൂണുകളായി മാറി. അപ്പോൾ പലതരത്തിലുള്ള നിറങ്ങളാണ്. ഏതൊക്കെയാണ്? ചോപ്പ് കുടിച്ചവർ ചോപ്പ് ബലൂണുകളായി. മഞ്ഞ, പച്ച, വെള്ള ഇതൊക്കെ കുടിച്ചവർ ആ കളറിലുള്ള ബലൂണുകളായി. കറുപ്പ് കുടിച്ച് പെരുത്തവരെല്ലാം കറുപ്പ് ബലൂണുകളായി മാറി. വയലറ്റ് കുടിച്ച് പെരുത്തവരെല്ലാം വയലറ്റ് ബലൂണുകളായി മാറി. അപ്പോൾ കറുപ്പും അതുപോലെ തന്നെ വയലറ്റും ഒക്കെ കുടിച്ചവർ ആ കളറിലുള്ള ബലൂണുകളായി. ആകാശത്തിൽ പല നിറമായി ബലൂണുകൾ പാറി നടന്നു. നാട്ടിൽ വീട്ടിൽ ക്ലാസ്സിലും അങ്ങനെ പല നിറമൊത്തു പൊറുത്തു. അങ്ങനെ ആകാശത്തിൽ ഇവരിങ്ങനെ പല നിറത്തിൽ പാറി നടന്നു. നാട്ടിൽ വീട്ടിൽ ക്ലാസ്സിലും ഒക്കെ അവർ പല നിറത്തിൽ പാറി നടന്നു. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ പാഠഭാഗവും അതുപോലെ തന്നെ അതിലെ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്തു നോക്കണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്